നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിക്കണത് എപ്പോഴാണെന്നറിയോ? നമ്മൾ ഒരുപാട് സ്നേഹിച്ച് വിശ്വസിച്ച് ഇവരാണ് നമ്മുടെ ജീവശ്വാസം എന്ന് കരുതിയവർ നമ്മളെ ചതിക്കുമ്പോഴാണ്. കൂടെ നടന്ന് ചതിച്ചതാലോചിച്ച് ചങ്ക് പൊട്ടി കരഞ്ഞിട്ടില്ലേ? ഒരാളെയും അന്ധമായി വിശ്വസിക്കരുത്. കാരണം പുറകിൽ നിന്ന് കുത്തിയതാരും അന്യരല്ല, ചങ്ക് പോലെ കൂടെ കൊണ്ടു നടന്ന പ്രിയപ്പെട്ടവരാണ്. കേൾക്കുമ്പോൾ വല്ലാത്ത വേദന തോന്നുമെങ്കിലും ജീവിതം നമുക്ക് പഠിപ്പിച്ചു തന്ന വലിയൊരു പാഠമാണിത്. അന്യനായ ഒരാൾക്ക് നമ്മളെ മുറിവേൽപ്പിക്കാൻ കഴിയില്ല. നമ്മൾ ഒരുപാട് വിശ്വസിച്ച ഒരാൾ നമ്മളെ വഞ്ചിക്കുമ്പോൾ ഉണ്ടാവുന്ന മുറിവിൻ്റെ ആഴം വളരെ വലുതായിരിക്കും. നമ്മളൊരാളെ അന്ധമായി വിശ്വസിച്ചാൽ നമ്മുടേതായ എല്ലാ കാര്യങ്ങളും അവരോട് ഷെയർ ചെയ്യും. നമ്മുടെ ബലം, ബലഹീനത, രഹസ്യങ്ങൾ, പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം. പക്ഷേ ശരിക്കും നമ്മളെ തകർക്കാനുള്ള ആയുധം നമ്മൾ തന്നെ അവരുടെ കയ്യിൽ കൊടുക്കുകയാണ് ചെയ്യണത്. നാളെയൊരിക്കൽ അവർ നമുക്കെതിരായാൽ നമുക്കെതിരെ അവരാ ആയുധം പ്രയോഗിക്കും. സ്നേഹം ശരിക്കും ഒരു മുഖംമൂടിയാണ്. ഒരാൾക്ക് നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ലാഭമുണ്ടെങ്കിൽ അവർ നിങ്ങളെ അമിതമായി സ്നേഹിക്കും. പക്ഷേ എന്ന് ആ ലാഭം ഇല്ലാതാവുന്നു, അന്നഴിഞ്ഞു വീഴും അവരണിഞ്ഞ ആ മുഖംമൂടി. നമ്മുടെ സമാധാനം ഒരിക്കലും മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കരുത്. നിങ്ങളെ ഒരാൾ വഴക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് സങ്കടാവും, നല്ലത് പറഞ്ഞാൽ നിങ്ങൾ സന്തോഷിക്കും. ഇതിൻ്റെ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിൻ്റെ റിമോട്ട് കൺട്രോൾ അവരുടെ കയ്യിലാണ് എന്നാണ്. നിങ്ങളുടെ സന്തോഷം തീരുമാനിക്കേണ്ടത് നിങ്ങൾ മാത്രമാണ്. ആരെ വേണമെങ്കിലും സ്നേഹിക്കാം, ആരെ വേണമെങ്കിലും വിശ്വസിക്കാം. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഒരിക്കലും അവരുടെ കയ്യിൽ കൊടുക്കരുത്. വെള്ളത്തിലെ താമരയില കണ്ടിട്ടില്ലേ? വെള്ളത്തിലാണ് നിൽക്കുന്നതെങ്കിലും ഒരു തുള്ളി വെള്ളം പോലും അതിലാവില്ല. അതുപോലെയാവണം നിങ്ങളും. എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരോടും നല്ല രീതിയിൽ ഇടപഴകുക. പക്ഷേ എല്ലാവരിൽ നിന്നും ഒരു നിശ്ചിത അകലം പാലിക്കാൻ ശീലിക്കുക. സ്വന്തം രഹസ്യങ്ങളും ബലഹീനതകളും പ്രിയപ്പെട്ടവരാണ് എന്ന് തോന്നി കൊണ്ടു നടക്കുന്നവരോട് പറയരുത്. നാളെയൊരിക്കൽ ആ ബന്ധം തകർന്നാൽ പോലും നിങ്ങൾ ഭയപ്പെടാൻ ഇടവരരുത്. മനുഷ്യരാണ്, സാഹചര്യങ്ങൾക്കനുസരിച്ച് എല്ലാവരും മാറും. ഞാനും നിങ്ങളും എല്ലാം. മനുഷ്യസഹജമായ മാറ്റങ്ങൾ എല്ലാവരിലും ഉണ്ടാവും. അതുകൊണ്ട് ആരെയും അന്ധമായി വിശ്വസിക്കരുത്. ഒരാളെ സ്നേഹിക്കുമ്പോഴും നാളെ വഞ്ചിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിൽ അടിവരയിട്ടുറപ്പിക്കണം. നമുക്ക് തണലായി നിൽക്കുന്നവർ തന്നെയാണ് നമ്മുടെ വെളിച്ചം ഇല്ലാതാക്കുന്നതും. അതുകൊണ്ട് വിവേകത്തോടെ മാത്രം ബന്ധങ്ങളെ സമീപിക്കുക. ചതിക്കപ്പെട്ടതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കാതെ ജീവിതത്തിൽ അതൊരു പാഠമായി കണ്ട് മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ റിമോട്ട് കൺട്രോൾ എന്നും നിങ്ങളുടെ കയ്യിൽ തന്നെ ഭദ്രമായിരിക്കട്ടെ. നിങ്ങളുടെ വെളിച്ചം നിങ്ങൾ തന്നെയാണ്. ലോകം നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതിലല്ല, നിങ്ങൾ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതാണ് പ്രധാനം. പുതിയൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ കാണാം.